Good morning, sir. Good morning, sir. Good morning, Hasina. Good morning, Krishnendu. Hasina, good morning, sir. Morning, sir. Yes, good morning. Mufi, Krishnendu, good morning. Mufi, good morning. Okay, Krishnendu. Ashwini, good morning. Megha, good morning. Anna Sharin, good morning. സുഖമാണ് മുബി. യെസ്, പെരുന്നാളൊക്കെ തകർത്തോ? യെസ്, തകർത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല, മതി. അടിപൊളിയായിരുന്നു ഹന്നക്ക്. വെരി ഗുഡ്. ഹന്ന, പെരുന്നാൾ ദിവസത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവം പറയും. പെരുന്നാൾ ദിവസത്തിലെ മറക്കാനാവാത്തൊരു സംഭവം. ഓക്കെ മെർലിൻ, പെരുന്നാളിന് ക്യാഷ് കിട്ടുമല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മുബി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാലും കുട്ടികൾക്ക് നമ്മൾ വിഷക്കേജിട്ട് കൊടുക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അത് സൂപ്പറാണ് ഹസീന, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് അധിക ദിവസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഭാവം നമുക്കൊന്ന് തീർക്കാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ 9 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 9 ടെൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും. ഓക്കെ മുബി, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റുമാണ്. അങ്ങനെ 9 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യെസ്, ഹസീന ഫൈസൽ. Yes, sir. യെസ്, ഹസീനയുടെ നമ്മുടെ Hey. So, ഹസീനയുടെ പുത്രൻ റെഡിയാണല്ലോ ക്ലാസ്സിൽ കയറാനായിട്ട്. ഹസീനയുടെ നാട് എവിടെയാണ്? Palakkad, sir. പാലക്കാട്. എത്ര നാളായി പാലക്കാട് താമസിക്കുന്നത്? ഓക്കെ. അവിടെ പേരെന്താണ്? Says Safwan. വെരി ഗുഡ്. വെരി ഗുഡ് പറഞ്ഞത്. ഓക്കെ. Sir, disturbed. ഓക്കെ ഓക്കെ. കൃഷ്ണേന്ദു പറയൂ, കൃഷ്ണേന്ദുന്റെ നാട് എവിടെയാ? ആലപ്പുഴ സർ. ആലപ്പുഴയാണ് കൃഷ്ണേന്ദുന്റെ നാട്. എത്ര നാളായി അവിടെ താമസിക്കുന്നത്? കുറെ നാളായി സർ. ഞാൻ ഉദ്ദേശം പറ, കൊല്ലം പറ. 30 വർഷം. 30 വർഷം. ഓക്കെ. അപ്പോ 2026 ഇപ്പോഴുണ്ട്. അതിൽ നിന്ന് 30 വർഷം നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് 25 വർഷം കുറക്കാം. കാരണം കണക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് 2001 മുതൽ കൃഷ്ണേന്ദു താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. 2001 മുതൽ ഇപ്പോഴും ഓക്കെ ചെയ്തു. ഇപ്പോഴും താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. നാളെയും ആലപ്പുഴയിൽ തന്നെയായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനെ നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നു. പ്രസന്റ്. ഇടതുവശത്തുള്ളത് നമ്മൾ പാസ്റ്റ് ആണെന്ന് പറയുന്നു. വലതുവശത്തുള്ളതിനെ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നു. ഇപ്പൊ പാസ്റ്റിൽ നിന്ന് ആരംഭിച്ച് 2021 നിന്ന് ആരംഭിച്ച് പ്രസന്റ് 2026 എത്തി
2026 നിന്ന് വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. സോ an action that started in the past and it reached the present and it will continue to future. ഭാവിയിലേക്ക് അത് തുടരുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ ഞാൻ കൃഷ്ണേന്ദുവിനോട് ചോദിക്കുകയാണ്, കൃഷ്ണേന്ദു, 2001 മുതൽ ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്, ഇപ്പോഴും ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്, നാളെയും ഞാൻ ആലപ്പുഴ തന്നെ ആയിരിക്കും എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓരോരുത്തർക്കും ആ ആലപ്പുഴ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ നാട് വെച്ചാൽ മതി. എങ്ങനെ പറയാം കൃഷ്ണേന്ദു? ഞാൻ 2001 മുതൽ ആലപ്പുഴയിലാണ്, ഇപ്പോഴും ആലപ്പുഴയിലാണ്, നാളെ അവിടെ തന്നെ ആയിരിക്കും. In 2001, I am in Alappuzha Yes. and Presently, now, I am in Alappuzha. അല്ലേ? now in 2026, I am in Alappuzha Yes. Okay. and In future, in future, I am in Alappuzha. I am. okay. I will be in Alappuzha. Okay. Okay, കൃഷ്ണേന്ദു. അപ്പൊ കൃഷ്ണേന്ദു വളരെ തന്ത്രപരമായ ഒരു നീക്കം നടത്തി. വർഷം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഇതാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ടെൻഷന്റെ ആവശ്യം. യെസ്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ അവിടെയായിരുന്നു, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെ തന്നെ. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ 2026 പറയേണ്ട കാര്യമില്ല, ആ ടെൻസ് ഉപയോഗിച്ചാൽ മതി. നമ്മൾ പറഞ്ഞില്ലേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുമ്പോൾ അതൊരു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ സംഭവമാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന സംഭവമാണ്. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നേരത്തെ ആരംഭിക്കുകയും ഇപ്പോഴും തുടരുകയും ഭാവിയിലേക്കും അത് തുടരുകയും ചെയ്യുന്ന സംഗതിയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, കേട്ടില്ല ഏതെങ്കിലും ഒന്ന്, ഹാസ് ഓർ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, BEEN, ബീൻ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ING. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ING. അപ്പൊ കൃഷ്ണേന്ദു എങ്ങനെ പറഞ്ഞാൽ മതി? ഐ സബ്ജക്റ്റ്, ബീൻ, BEEN, ബീൻ, അതിന് പാസീവ് വോയിസിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോ ബീൻ. ഓക്കെ കൃഷ്ണേന്ദു. അപ്പൊ പറഞ്ഞു വരുന്നത് സബ്ജക്റ്റ് ഐ, അതിന്റെ കൂടെ ഹാവ് വരും, ഹാസ് വരും, ഹാവ് വരും, ഐ ഹാവ്. പിന്നെ എന്ത് വേണം? ബീൻ, BEEN, ബീൻ, ഐ ഹാവ് ബീൻ. ജീവിക്കാന്നുള്ളത് ലിവ്, അതിന്റെ കൂടെ ഒരു ING ചേർക്കുക. അപ്പൊ എന്തായി? ഐ ഹാവ് ബീൻ ലിവിങ്. എവിടെ? ഇൻ ആലപ്പുഴ, ആലപ്പുഴയില്. സിൻസ് 2001. സിൻസ് 2001 എന്ന് പറയുമ്പോൾ 2001 മുതൽ ഞാൻ ആലപ്പുഴയിലാണ്, ഇപ്പോഴും ഞാൻ ആലപ്പുഴയിലാണ്, നാളെ ഞാൻ എവിടെ തന്നെ ആയിരിക്കും. യെസ്. അപ്പോ മേഘയുടെ കൂട്ടുകാരിയെ കണ്ടു, മുമ്പ് പഠിച്ച. അവളോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു? അപ്പൊ മേഘ പറയുന്ന കൂട്ടുകാരി മേഘയോട് പറയുന്നു, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ എ ബാങ്ക് 2020. അങ്ങനെ പറയുമ്പോൾ മേഘ മനസ്സിലാക്കണം, 2020 മുതൽ ആ കുട്ടി ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇനിയും ഇപ്പോഴും എവിടെ തന്നെയാണ്? ബാങ്കിൽ തന്നെയാണ് ജോലി. നാളെ ചെന്ന് കഴിഞ്ഞാലും ബാങ്കിൽ തന്നെയായിരിക്കും ജോലി. വേറെ ജോലിക്ക് ഇനി പോകുന്നില്ല, ഇതിൽ ഉറപ്പിച്ചു കേട്ടോ. ഐ ഹാവ് ബീൻ വർക്കിംഗ്. യെസ്. ഓക്കെ.
I have been working in a bank since 2020. അപ്പൊ സബ്ജക്ട് എഴുതി, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ ചേർത്തു, വെർബ് ചേർത്തു, ing ചേർത്ത് കഴിഞ്ഞാൽ an action started in the past and it is in present and it will continue in future. ഈ ഒരു അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. അപ്പൊ അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്. ഇനി ഞാൻ സ്പീഡിൽ പോയത്, ഇനി അതിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ ഈ ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. 2021 മുതൽ ഞാൻ പാലക്കാട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. ഇപ്പോഴും ജീവിക്കുകയാണ്, നാളെ ഇവിടെ തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് പറയാം. ഇതേ വാചകത്തിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കുമ്പോൾ ഹാവ് കഴിഞ്ഞതിന് ശേഷം ബീനിന്റെ ഇടയിൽ, ഹാവിന്റെയും ബീനിന്റെയും ഇടയിലായിട്ട് ഐ ഹാവ് നോട്ട് ബീൻ. ഓക്കെ, കറക്റ്റ് ചെയ്തു. അതിന്റെ ഇടയിൽ ചേർക്കാൻ നോട്ട്. നെഗറ്റീവ് വാചകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓക്കെ മേഘ ഐ ഹാവ് നോട്ട് ബീൻ. കേട്ടോ? അപ്പൊ അതെന്തായി? ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാകുന്നില്ല, ഞാൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാകുന്നില്ല. യെസ്, ആ രീതി നമുക്ക് കിട്ടാൻ പറ്റും. ഇനി അത് തന്നെ ഒരു ചോദ്യമായിട്ട് മാറ്റണമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ചോദ്യമായിട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ് എന്ന് പറഞ്ഞാല് ആ നോട്ട് കളഞ്ഞിട്ട് ഓക്കെ മേക്ക ഹാസോ ഹാവോ അത് ആദ്യം പറയാം. അപ്പൊ എന്തായിട്ട് പറയും? ഹാവ് യു ബീൻ വർക്കിംഗ്. കേട്ടോ? ഹാസ് ഷീ ബീൻ വർക്കിംഗ്. ഹാസോ ഹാവോ ആദ്യം പറയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസില് നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ, പിടികിട്ടിക്കണം വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ ഞാൻ അടുത്ത ഒരു ടെൻസിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു ടെൻസ്, അതായത് 11ാമത്തെ ടെൻസ്. ആ ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. നേരത്തെ പറഞ്ഞ ഹാസ് അല്ലെങ്കിൽ ഹാവിന് പകരം എന്ത് ചേർക്കണം? ഹാഡ് ചേർക്കുന്ന വ്യത്യാസം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ നമുക്ക് പറയാം, ഒരു സബ്ജക്റ്റ് ഞാൻ പറയുന്നത് ഐ ഹാഡ് ബീൻ ലിവിങ്. ഐ ഹാഡ് ബീൻ ലിവിങ്. യെസ്, ഐ ഹാഡ് ബീൻ ലിവിങ്. കേട്ടോ? സബ്ജക്റ്റിന്റെ ഹാഡ് ഉണ്ട്, വെർബിന്റെ ing ഫോം. ഹാഡ് ഉണ്ട്, ബീൻ ഉണ്ട്, വെർബിന്റെ ing ഫോം ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അവിടെയായിരുന്നു. ഇപ്പൊ കൃഷ്ണേന്ദു 2001 മുതൽ നമ്മൾ പറഞ്ഞ ആലപ്പുഴയിലാന്ന് പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. 2025 കൃഷ്ണേന്ദു ആലപ്പുഴ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് മാറി. യെസ്. അപ്പൊ കൃഷ്ണേന്ദുവിനോട് ചോദിക്കുകയാണ് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു കഴിയുമ്പോൾ കൃഷ്ണേന്ദുവിന് ആദ്യം പറയാം ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ആലപ്പുഴ. യെസ്, ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ആലപ്പുഴ. വെച്ചാൽ മുമ്പ് ഞാൻ ആലപ്പുഴയിലായിരുന്നു, ഇപ്പൊ ഞാൻ ആലപ്പുഴയിലല്ല. അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. യെസ്, മേഘയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുക നീ എവിടെയാ ജോലി ചെയ്യുന്നത്? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം മുമ്പ് ബാങ്കിലായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം, നൗ വേർ യു ആർ വർക്കിംഗ്. ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്? സോ നൗ ഐ ആം വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് സെക്ടർ. യെസ്, ഞാനിപ്പോൾ ഒരു സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ നേരത്തെ ചെയ്തിരുന്ന ഒരു കാര്യം അത് ഇവിടെ എപ്പോഴും ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിദേശത്ത് പോവുകയാണ്. വിദേശത്ത് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ആദ്യം ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ആദ്യം ജോലി ചെയ്തോ. എന്നിട്ട്
അവരോട് പറയുന്നു എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ അവര് തരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എഴുതും ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ശ്രീമതി മേഘ ഹാഡ് ബീൻ വർക്കിംഗ് ഹിയർ കേട്ടോ. മുമ്പ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഇല്ല. ഹാഡ് ബീൻ വർക്കിംഗ് ഹിയർ ഫ്രം വർഷം പറയും ഇന്ന മുതൽ ഇന്ന വരെ, അല്ലെങ്കിൽ ഫോർ 5 years. ഹാഡ് ബീൻ വർക്കിംഗ്. നേരെ മറിച്ച് ഈ മേഘക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റില് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് മേഘ ഹു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ആസ് എ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജോലിക്ക് വരുമ്പോഴും ഇവിടെ എന്ത് ചെയ്യണം, മറ്റേ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് ജോലി ചെയ്തിരിക്കുന്നത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നേരത്തെ അതായിരുന്നു, ഇപ്പോഴായിരുന്നു. ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം എന്ത് വരും? ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അവൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ചേർക്കണം. ആ നോട്ട് ചേർക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാഡിന്റെയും ബീനിന്റെയും നടുവിൽ ചേർക്കാം. അപ്പൊ എന്താ? ഹാഡ് നോട്ട് ബീൻ. ഓക്കെ മേഘ, ഹാഡ് നോട്ട് ബീൻ, ഹാഡ് നോട്ട് ബീൻ. ഓക്കെ, ഇനി അത് തന്നെ നമുക്കൊരു ചോദ്യമായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ നോട്ട് അങ്ങോട്ട് കളയാം. കളഞ്ഞിട്ട് ആ ഹാഡ് അവിടെ നിന്നിട്ട് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഹാഡ് യു ബീൻ, ഹാഡ് ഷീ ബീൻ, പിന്നെ വെറുതെ എന്റെ കൂടെ എച്ച്. യെസ്, ഹാഡ് യു ബീ, ബീങ് അല്ല, ബി 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 ഡബ്ല്യു എൻ, ബി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെസ്, ഇനി അവശേഷിച്ചിരിക്കുന്ന ഒരു ടെൻസും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ കൂടി നമുക്ക് പറയാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് ചേർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, ബി ഡബിൾ ഇ എൻ, ബീൻ ചേർക്കുന്നു. പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ഐ എച്ച്. ഇപ്പൊ കൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എച്ച്. ഇതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ്, അതിന്റെ കൂടെ ഐ എൻ ജി. ഇതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പിടികിട്ടി കാണുമല്ലോ? യെസ്, പിടികിട്ടി. അപ്പൊ നമുക്ക് അതിന്റെ മുന്നിട്ട് വാചകം നോക്കാം. ഐ വിൽ ഹാവ് ബീൻ, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ എ ബാങ്ക്. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാകും. ഭാവിയിലെ കാര്യോട് പറയുന്നത് കേട്ടോ. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. യെസ്, യു വിൽ ഹാവ് ബീൻ കമ്മിങ്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കുക. അപ്പൊ എന്ത് ചെയ്യണം? വില്ലിന്റെയും ഹാവിന്റെയും നടുവിൽ ചേർക്കുക. വിൽ നോട്ട് ഹാവ് ബീൻ അല്ലെങ്കിൽ ഷാൽ നോട്ട് ഹാവ് ബീൻ. ഇതായിരിക്കും അതിന്റെ വരെ. അപ്പൊ നമുക്ക് അതിന്റെ ഒന്ന് എക്സാമ്പിൾ നോക്കാം. They will not have been working. She will not have been visiting. അങ്ങനെ നമുക്ക് പറയാം. ഇനി ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ നോട്ട് അങ്ങോട്ട് കളയാം. കളഞ്ഞിട്ട് വില്ലെടുത്ത് ആദ്യം പറയാം, അല്ലെങ്കിൽ ഷാൽ എടുത്ത് ആദ്യം പറയാം. അപ്പൊ എന്താ പറയും? Will you have been working? Will you have been searching? Will you have been teaching? Okay. അപ്പൊ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇംഗ്ലീഷില് ആര് സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ ആര് സംസാരിച്ചു കഴിഞ്ഞാലും
അത് ഈ 12 ടെൻസുകളിലൊക്കെ ഏതെങ്കിലും ഒരു ടെൻസിൽ സംസാരിക്കാൻ പറ്റും. ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒന്ന്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആരും പറഞ്ഞാലും നേരിട്ട്. യെസ്. ഇനി നമുക്ക് നോക്കുമ്പോൾ ഈ 12 ടെൻസുകളിലേക്ക് നമ്മൾ കുലങ്കഷമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അതായത് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കൂടെ ING വന്നു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെ ING ഇല്ല. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്, വെർബ് പ്ലസ് ING. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ ING ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, വെർബ് പ്ലസ് ING വന്നു. പിന്നെ ഇന്ന് പഠിപ്പിച്ച 3 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ കൂടെയും ING. അപ്പൊ നമുക്ക് പറയാം കണ്ടിന്യൂവസ് എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും എന്ത് ING ഉണ്ടാകും. ഇനി വീണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ ഓക്കെ മൂവി വീണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും. പെർഫെക്റ്റ് എന്ന് വന്നിട്ടുള്ള എല്ലാ ടെൻസുകളിലും ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. യെസ്. അതായത് ഒന്നില്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ 3 H വെച്ചിട്ടുള്ള ഈ 3 ഏതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാത്തിലും ഉണ്ടാവും. നമുക്ക് നോക്കാം. ആദ്യം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നില്. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോഴോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അവിടെ ഹാഡ് വന്നില്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോഴോ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അവിടെ ഹാവ് വന്നില്ലേ. ഇനി ഇന്ന് പറഞ്ഞ 3 ടെൻസിലും ഒന്നില്ലെങ്കിൽ ഹാസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാവ് ഉണ്ട്, അല്ലെങ്കിൽ ഹാഡ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും ഹാസോ ഹാവോ ഹാഡോ കയറി വരുന്നുണ്ട്. അത് നമുക്ക് പറയാം. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും വില്ലോ ഷാലോ ഉണ്ടാവും. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും. നമ്മൾ നോക്കി സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ, ബി പ്ലസ് വെർബ് പ്ലസ് ING. അടുത്ത് നോക്കി ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഇന്ന് പറഞ്ഞത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബി, വെർബ് പ്ലസ് ING. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാത്തിനും കൂടെ എപ്പോഴും വില്ലും ഷാലും ഉണ്ടാവും. യെസ്. അപ്പൊ ഞാൻ ടെൻസ് എന്ന് പറയുന്ന സംഗതി ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. 12 ടെൻസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ ടെൻസ് എന്ന് പറയുന്ന പരിപാടി ഇന്ന് ഞാൻ അവസാനിപ്പിച്ചു. യെസ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളോട് പറയാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് ചെറിയ ചെറിയ വാചകങ്ങളാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത തീരുമാനങ്ങൾ, നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരിയാണ്. അപ്പൊ നമ്മൾ വലിയ വലിയ സെന്റൻസുകളെ പിടിച്ചില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ചെറുതൊന്ന് റെഡി ആവട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം വലുതോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലുതിനെ പിടിച്ചത്. യെസ്. ശ്രീജ. ശ്രീജ ഷീല. യെസ്. ശ്രീജ വരുമെന്ന് വിചാരിക്കാം. മുബി. മുബി ഫാസി. Yes, sir. ഓക്കെ. ഞാനൊരു വാചകം പറയുന്നു. ഓക്കെ ശ്രീജ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ടേക്ക് റെസ്റ്റ്. ഓക്കെ. അപ്പൊ ശ്രീജക്ക് പനിയാണ്, അതുകൊണ്ടാണ്
വേണ്ടത്. ഓക്കെ ശ്രീജ, ഞാനൊരു വാചകം പറയും. സംഭവം ഇതാണ്. When I went there, she was sleeping. ഇതാണ് വാചകം. നമുക്ക് വലിയ സെന്റൻസുകളെ കുറിച്ചും ചിന്തിക്കാം. When I went there, she was sleeping. ഇതാണ് തന്നിരിക്കുന്ന വാചകം. അപ്പൊ ഷീയ, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇതിൻ്റെ അകത്തൊരു കോമ ഇടാൻ വിട്ടുപോയി. ശ്രീജ പറയാ, ഇതിനകത്ത് എവിടെയാ കോമ ഇടുന്നത്? When I went there, she was sleeping എന്ന് പറയുന്ന വാചകത്തില് എവിടെയോ ഞാൻ കോമ ഇടാൻ വിട്ടുപോയി. ശ്രീജന്റെ മുമ്പി പറയാം. സോറി ദയർ കഴിഞ്ഞിട്ടല്ലേ സർ? ദയർ കഴിഞ്ഞ് THERE ദയറാണ്. യെസ്, ഓക്കെ മെർലിൻ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അത്രേ ഉള്ളൂ ഞാൻ ചോദിച്ചത്. ദയർ കഴിഞ്ഞ്. ഓക്കെ ആഫ്റ്റർ ദയർ, കറക്റ്റ്. അപ്പോ when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മുമ്പി. അശ്വിനി. Good morning, sir. Yes, morning. Yes. How are you? I am very fine. Okay. അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാം. ഈ വാചകത്തിൽ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പറയുന്നില്ല. വെൻ ഐ വെന്റ് ദയർ, അത്രയും വരെ നമ്മൾ പറയുന്നുള്ളൂ. എന്റെ സംശയം ഇതാണ്, അത്രയും വരെ പറഞ്ഞു കഴിയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആകുമോ ഇല്ലയോ? When I went there. അത്രേ ഉള്ളൂ, വേറില്ല. ബാക്കി പറയണില്ല. When I went there. ഞാൻ അവിടെ പോയപ്പോൾ. പിന്നെ നമുക്കറിയില്ലല്ലോ അവിടെ പോയപ്പോൾ. അത്രേ ഉള്ളൂ. മീനിങ് കംപ്ലീറ്റ് അശ്വിനിയുടെ മനവും വിചാരത്തിൽ എന്താണ് തുറന്നത്? When I went there. ഞാൻ അവിടെ പോയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വരെ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആകുമോ? നോ, ഒരു കോമ വേണ്ട. ഞാൻ പോയപ്പോൾ. അല്ല, ബാക്കി നമുക്ക് മാറ്റിയിട്ട് ശരിയാവുമെന്നാണ് ചോദിക്കുന്നത്. ശരിയാവില്ല അല്ലെ? പോയപ്പോൾ അടുത്തത് അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയണ്ടേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് തോണ്ടിയിട്ട് അയാളോട് പറയണം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു ബാക്കിയൊന്നും പറയാതെ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ആളെന്ത് പറയും? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്ന് രാവിലെ എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു, ഇതല്ലേ പറയുള്ളൂ. യെസ്, ഓക്കെ. ജെനി മേരി. വട്ടായോ എന്ന് പറയും അല്ലെ? ഓക്കെ മൂവി. യെസ്, ബിനീഷ. ഓക്കെ, നേരത്തെ അശ്വിനോട് ചോദിച്ച ആ ഡൗട്ടിന്റെ ബാക്കി ചോദിക്കണം. അതായത് വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ പറയുന്നില്ല. ബാക്കിയാണ് നമ്മൾ പറയുന്നത്. ഷീ വാസ് സ്ലീപ്പിംഗ്, അത്രേ ഉള്ളൂ. വെൻ ഐ വെന്റ് ദയർ പറയുന്നില്ല. അശ്വിനോട് ചോദിച്ചപ്പോ ഷീ വാസ് സ്ലീപ്പിംഗ് പറയുന്നില്ല, ബാക്കി പറയുന്നു. ബിനീഷയോട് ചോദിക്കുമ്പോ വെൻ ഐ വെന്റ് ദയർ എന്ന് നമ്മൾ പറയുന്നില്ല, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്റെ സംശയം ഇതാണ്, അത്രയും പറയുമ്പോ മീനിങ് കംപ്ലീറ്റ് ആകുമോ ഇല്ലേ? വാസാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആകും ഓർ കംപ്ലീറ്റ് ആകില്ല? എന്തെങ്കിലും കംപ്ലീറ്റ് ആകൂല. യെസ്. ഓക്കെ ഹന്ന. യെസ്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോ ഹന്ന അത് മീനിങ് കംപ്ലീറ്റ് ആകുമോ എന്നുള്ളത്. അപ്പൊ ബിനീഷ പറയുന്നത് കംപ്ലീറ്റ് ആകില്ല എന്നാണ്. ഓക്കെ, അങ്ങോട്ട് വരികയാണ് ഒന്നുകൂടി. മുഫി പറഞ്ഞോളൂ. മുഫി ഇതാ, എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? കംപ്ലീറ്റ് ആകും. യെസ്, ഓക്കെ. കൃഷ്ണേന്ദു കംപ്ലീറ്റ് ആകും. ബിനീഷ് അത് കംപ്ലീറ്റ് ആകും. ഓക്കെ, ഷീ വാസ് സ്ലീപ്പിംഗ് കംപ്ലീറ്റ് ആകും. യെസ്, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് വിഷയത്തോട്ട് വരാം. നമുക്ക് ഈ സെന്റൻസിനെ
when I went there she was sleeping എന്ന് പറയുന്ന സെന്റൻസിനെ രണ്ട് കഷ്ണങ്ങളാക്കാം. ഒന്ന് when I went there, ഒന്ന് she was sleeping. ഈ രണ്ട് കഷ്ണങ്ങളെ പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയും. CLAUSE ക്ലോസ്. വേറെ ക്ലോസ് ഉണ്ട്, അത് CLOSE, CLOUSE ക്ലോസ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് പറയാം, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നിലധികം ക്ലോസുകളോ വരുമ്പോഴാണ് അത് സെന്റൻസ് ആവുന്നത്. അതുമല്ല എങ്കിൽ നമുക്ക് പറയാം ഒരു സെന്റൻസിനെ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലോസുകളായിട്ട് നമുക്ക് വിഭജിക്കാം. അങ്ങനെ പറയും. അപ്പൊ when I went there എന്ന് പറയും ഒരു ക്ലോസ്. she was sleeping എന്നുള്ളത് അടുത്ത ക്ലോസ്. അങ്ങനെ ഇതെന്ത് ക്ലോസ് ആണ്? രണ്ട് ക്ലോസ് ചെയ്തത്. ഓക്കെ, when I went there എന്ന് പറയുന്ന ആ ക്ലോസ് അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ആ ക്ലോസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാല് ആശ്രയിക്കും, ഡിപ്പെൻഡിങ് ക്ലോസ്. ഈ ഡിപ്പെൻഡിങ് ക്ലോസിന് തന്നെ വേറൊരു പേരും കൂടി പറയും. അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാലും ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ എന്താണത്? അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെയാണ് ഡിപ്പെൻഡിങ് ക്ലോസ് അഥവാ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഈ രണ്ടാമത്തത് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ അർത്ഥം കംപ്ലീറ്റ് ആണ്. അവൾ ഉറങ്ങുകയായിരുന്നു. കറക്റ്റ് അല്ലേ? ഇത് വേറെ സംശയമൊന്നും വരുന്നില്ലല്ലോ. യെസ്, അവൾ ഉറങ്ങുകയായിരുന്നു. യെസ്, അർത്ഥം കംപ്ലീറ്റ് ആണ്. അതിനെ നമ്മൾ പറയും മെയിൻ ക്ലോസ് എന്ന് പറയും. എന്താണ് മെയിൻ ക്ലോസ്? ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും. അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്ലോസ്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത്. ഒരു കോളേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളാരാണ്? പ്രിൻസിപ്പൽ അല്ലേ? അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി, പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പൊ രണ്ട് ക്ലോസിനും ഈ രണ്ട് പേര് വീതം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അർത്ഥം പൂർത്തിയാകാത്തതിനെ ഞാൻ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അർത്ഥം പൂർത്തിയാകുന്നതിനെ ഞാൻ മെയിൻ ക്ലോസ് എന്നും പറയുന്നുണ്ട്. മറ്റു പേരുകളൊക്കെ വിടരുത്. എല്ലാ പേരും കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അർത്ഥം പൂർത്തിയാകാത്തതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അർത്ഥം പൂർത്തിയാകുന്നതിനെ മെയിൻ ക്ലോസ് എന്നും പറയും. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സെന്റൻസിനെ രണ്ടു മൂന്ന് ക്ലോസുകളാക്കുമ്പോൾ ആ ക്ലോസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ബന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ വാചകം തെറ്റാണ്. ഓക്കെ, സ്നേഹ വിചാരിക്കാം. മെർലിൻ. ഓക്കെ, മെർലിന്റെ മകൻ 9 നിന്ന് ജയിച്ച് 10 ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മെർലിന് അറിയാം അവന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവൻ പഠിക്കാൻ ഇത്തിരി കുഴപ്പമാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, അത് മനസ്സിലാക്കണം. 9 നിന്ന് ജയിച്ച് റിസൾട്ട് വന്നപ്പോ 10 അപ്പൊ 10 മെർലിൻ അവനൊന്ന് ഉപദേശിക്കണം. കാരണം മെർലിന് മകനെ കുറിച്ച് ഒരുപാട് പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ട്. ഒന്ന് ഉപദേശിക്കണം. അപ്പൊ അവനോട് പറയാണ്, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. ഇതാണ് പറയുന്നത്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും ഇത് പറയും. അപ്പൊ ആ സെന്റൻസ് നമുക്ക് എഴുതാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇംഗ്ലീഷ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. If you study well, if you study well, study well, you will pass. Okay. അപ്പൊ ഇത് മെർലിൻ പുത്രനോട് പറയുന്നത് വാചകമാണ്. ഇഫ് യു സ്റ്റഡി വെൽ, നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും ഇത് പറയും. അപ്പോ ഇതിനെ നമുക്ക് രണ്ട് ക്ലോസ് ആക്കാം. എവിടം മുതൽ എവിടം വരെയാണ് ഒരു ക്ലോസ്, എവിടം മുതൽ എവിടം വരെയാണ് രണ്ടാമത്തെ ക്ലോസ്? ഇത് പറഞ്ഞു മെർലിന്. അപ്പോ ഇഫ് യു സ്റ്റഡി വെൽ വരെ ഒരു ക്ലോസും യു വിൽ പാസ് മറ്റൊരു ക്ലോസും.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കറക്റ്റ് ആണ് മെർലിൻ പറഞ്ഞു. ഇഫ് യു സ്റ്റഡി വെൽ, പിന്നെ മറ്റത് യു വിൽ പാസ് രണ്ടാമത്തെ കോഴ്സ്. ഇതിന്റെ അകത്ത് രണ്ടും മെയിൻ ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഒന്ന് സബോർഡിനേറ്റും ഒന്ന് മെയിൻ ആണ്, അല്ലെങ്കിൽ രണ്ട് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് മെയിൻ ക്ലോസും ഒരു മിനിറ്റ് സർ, ഒന്ന് രണ്ടാം മിനിറ്റ്. സർ ഒന്ന് മെയിൻ ക്ലോസും മറ്റേത് സബോർഡിനേറ്റ് ക്ലോസും. വെരി ഗുഡ് വെരി ഗുഡ്. ഒന്ന് മെയിൻ ക്ലോസുമാണ്, ഒന്ന് സബോർഡിനേറ്റ് ക്ലോസുമാണ്. മെറിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ അത്രയും വരെ സബോർഡിനേറ്റ് ക്ലോസ്. യു വിൽ പാസ് എന്നുള്ളത് മെയിൻ ക്ലോസ്. ഓക്കെ, സമ്മതിച്ചു, മനസ്സിലായി. പിന്നെ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. മെറിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ള അത്രയും എടുക്കുക, ആ സബോർഡിനേറ്റ് ക്ലോസ് എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ 12 ടെൻസ് ഫോം പറഞ്ഞില്ലേ, അതിൽ ഏത് വരുമെന്ന് പറയാൻ പറ്റും? സിമ്പിൾ പ്രസന്റ് മുതൽ ഇന്ന് പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തോ ഫ്യൂച്ചറിലേക്ക് വരും. അതായത് ഇത്രയും വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇഫ് യു സ്റ്റഡി വെൽ അത്രയും വരെ നമ്മൾ എടുക്കുന്നുള്ളൂ, ബാക്കി എടുക്കുന്നില്ല. ഇഫ് യു സ്റ്റഡി വെൽ അത്രയും വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ആ സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 ടെൻസുകളിൽ ഏതിൽ വരും? ഇതാണ് എന്റെ സംശയം. പ്രസന്റ് പാർട്ടിസിപ്പന്റ് ആണോ സർ? പ്രസന്റ് ഒന്നുകൂടി ക്ലിയർ ആയി, ആ ഏരിയത്തിൽ കൂടി പോകുന്നുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പന്റ് ആണോ സർ? പ്രസന്റ് പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫോം ഒക്കെ വേണ്ടേ? STUDY എന്നല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അതാലോചിച്ചത്. സമയം തരാം. ഹന്ന ഷെറിൻ, ശ്രീജ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, ഹന്ന കറക്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഓക്കെ മുബി, കാരണം എന്താണ്? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. യു എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, STUDY സ്റ്റഡി എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മെറിൻ, അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗം, അതായത് യു വിൽ പാസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ ഈ 12 ടെൻസിന്റെ ഫോമില് ഏതിന്റെ കേൾക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആണോ സർ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് മെറിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ്. ഓക്കെ, യു സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പാസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ മെയിൻ ക്ലോസ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിലാണ്. അപ്പോ ഇതിൽ നിന്ന് ഓക്കെ മ്യൂട്ട് ചെയ്തോ, ഇനി ആ വിഷയത്തോട്ട് വരാം. ഇതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം, ഒരു കൺക്ലൂഷനിലേക്ക് വരാം. സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് അങ്ങനെയേ വരാവൂ. മാറി വന്ന തെറ്റാണ്. മാറി വേറെ ടെൻസ് മാറി കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണോ? മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അതിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക്. അതെന്താണത്? അത് തെറ്റാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം പറയാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വന്നാലും കുഴപ്പമില്ല, ഷാല് വന്നാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ആ വില്ലിന് പകരം അവിടെ വുഡ് വന്നാൽ തെറ്റാണ്. ക്യാന് പകരം അവിടെ വുഡ് വന്നാൽ തെറ്റാണ്. മേ എന്നുള്ളതിന് പകരം അവിടെ മൈറ്റ് വന്നാൽ തെറ്റാണ്. ഷാൽ എന്നുള്ളതിന് പകരം അവിടെ ഷുഡ് വന്നാൽ തെറ്റാണ്. ഓക്കെ, ഗെറ്റ് ദ പോയിന്റ്. അപ്പോ ആ വില്ല് എന്നുള്ളതിന് പകരം അവിടെ എന്തുകൂടി വേണമെങ്കിൽ വരാം? മേ വരാം,
ഷാല് വരാം, ക്യാൻ വരാം. അപ്പോഴേക്കും അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഐ ഷാൽ പാസ്, ഞാൻ പാസ്സാവും. കാരണം ഞാൻ നിന്നെ നോക്കിയിട്ടാണ് അത് ഒപ്പിടിക്കുന്നത്. അപ്പോ ഞാൻ പാസ്സാവും. മുബി പറഞ്ഞ പോലെ പറയാം യു ക്യാൻ പാസ്, യു മേ പാസ്, ഇതെല്ലാം കറക്റ്റാണ്. അപ്പൊ ആ ബില്ലിന് പകരം ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. ഇത്രയും വന്നു കഴിഞ്ഞാലും അത് കറക്റ്റാണ്. അപ്പോ ഈ ബില്ലിന് പകരം ഷാലോ ക്യാനോ മേയോ വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടെൻസാണ്? പ്രസന്റ് ടെൻസ്. യെസ്, അപ്പൊ അത് മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന വാചകം, ആ വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അങ്ങനെയേ വരാവൂ, മാറി വരാൻ. ഓക്കെ, യെസ്. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചോ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഓക്കെ, ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്ന വാചകം കൂടെ അവിടെ എഴുതി. If it rains, R-A-I-N-S, rains, comma, if it rains, comma, ഒരു നീണ്ട ഡാഷ് ഇട്ടു, ഡാഷ്. അപ്പൊ നോക്കിയേ, ഒരു സെന്റൻസിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഓർമ്മിക്കണം, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പുറത്ത് തന്നെ പൂരിപ്പിക്കുമ്പോൾ ഓർമ്മയുണ്ടാവണം, ഒന്നുകിൽ വില്ല് വന്നം, അല്ലെങ്കിൽ ഷാല് വന്നം, അല്ലെങ്കിൽ ക്യാൻ വന്നം, അല്ലെങ്കിൽ മേ വന്നം. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ആയിരിക്കും വേണം. അത് മറക്കരുത്. യെസ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇപ്പോ 4, 4, 8, 2, 10 പേരുണ്ട്. 10 രീതി പൂരിപ്പിക്കാം. മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പോലെ പൂരിപ്പിച്ച ബാക്കിയുള്ള സെന്റൻസുകൾ പൂരിപ്പിച്ചോ. ആ മെയിൻ ക്ലോസ്, മഴ പെയ്യുകയാണെങ്കിൽ യു വിൽ ടേക്ക് എ നമ്പറില്ല. യെസ്, അപ്പൊ ശ്രീജ, ഓക്കെ, നീ കറക്റ്റ് ആണത്. ഐ ക്യാൻ ടേക്ക് ബാത്ത്. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുളിക്കും. വെരി ഗുഡ്. യെസ്, അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. ഐ വിൽ ടേക്ക് ബാത്ത് ഇൻ ദ റെയിൻ. കൃഷ്ണ എന്ന് പറയുന്നു ഐ വിൽ സ്റ്റേ അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിൽക്കും. കറക്റ്റ് ആണോ? ആണ് വില്ല് എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴത്തെ പ്രസന്റ് ടെൻസ് ആണ്. റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഇറ്റു അതുകൊണ്ടാണ് റെയിൻ്റെ കൂടെ എസ് കൂടി ചേർത്ത് റെയിൻസ് ആക്കിയത്. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരിപ്പിച്ചോ. ഇപ്പൊ ഇതുവരെ എഴുതി എല്ലാവരും എഴുതി കറക്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ, വില്ല്, ഷാല്, ക്യാന്, മേ, ഇത് വരണം. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ പറയാം ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല, ഞാനൊരു കുട എഴുതും. കേട്ടാ, ഐ കഴിഞ്ഞ് വില്ല് പറഞ്ഞ് ടേക്ക് പ്രസന്റൻസ് വെക്കുന്നത്. അല്ലെങ്കിൽ പറയാം ഐ വിൽ ടേക്ക് ബാത്ത് ഇൻ ദ റെയിൻ, മഴയത്ത് ഞാനൊന്ന് കുളിക്കും. കുറെ നാളായി മഴയത്ത് കുളിച്ചിട്ട്. ഐ വിൽ ടേക്ക് ബാത്ത് ഇൻ ദ റെയിൻ, മഴയത്ത് ഞാൻ കുളിക്കും. അല്ലെങ്കിൽ പറയാം ഐ വിൽ സ്റ്റേ അറ്റ് ഹോം, മഴ പെയ്താൽ ഞാൻ പുറത്തു പോകില്ല, വീട്ടിൽ. യെസ്, എഴുതിയവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാട്ടാ. ഓരോ എഴുതി വിചാരിച്ചിട്ട് നിങ്ങള് എഴുതാതിരിക്കണ്ട. ഓക്കെ, നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് നിങ്ങൾ പോരട്ടെ. ഐ വിൽ മേക്ക് ഫുഡ് ആക്കിക്കോ. ഓക്കെ മറിൻ, ഐ വിൽ മേക്ക് കപ്പ ആൻഡ് ചിക്കൻ കറി. ഓക്കെ, ഐ വിൽ മേക്ക് പരിപ്പ് വട. മുമ്പ് പരിപ്പ് വട ഉണ്ടാക്കുന്ന പറയാം. വെരി ഗുഡ്. ഐ വിൽ മേക്ക് പരിപ്പ് വട ആൻഡ് ബ്ലാക്ക് ടീ. വെരി ഗുഡ്. ചെറിയ മഴയും പരിപ്പ് വടയും. ഐ വിൽ ഡ്രിങ്ക് കട്ടൻ ചായ. ശ്രീജ, വെരി ഗുഡ്. ഐ വിൽ ഡ്രിങ്ക് കട്ടൻ ചായ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
പിടികിട്ടിയല്ലോ. എന്നെ ടെക്നോളജി പിടികിട്ടിയില്ലേ? ഐ വിൽ പ്ലേ ഇൻ റെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ മഴയത്ത് ഞാൻ കളിക്കും. യെസ് മുബി, വെരി ഗുഡ്. അപ്പൊ ഞാൻ വേറൊരു വാചകം പറയാം, അതിന്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാം. യെസ്, if you eat lot of fast food, comma dash. Okay, if you eat, നീ തിന്നുകയാണെങ്കിൽ ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ്, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, യു സബ്ജക്റ്റ്, ഈറ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അപ്പുറത്ത് എന്ത് വരണം? സിമ്പിൾ ഫ്യൂച്ചർ വരണം. ഇറ്റ് വിൽ മേക്ക് യു ഫാറ്റ്. ഓക്കെ മറിൻ, കറക്റ്റ്. ഇതിന്റെ വണ്ണം കൂടും, ഫാറ്റ് അടിച്ചതാവും. കറക്റ്റ്. ഇനി അത് എടുക്കേണ്ടത്, ഇനി വേറെ പിടിക്കും. യു വിൽ ബി എ പേഷ്യന്റ്. കറക്റ്റ്. ഓക്കെ കൃഷ്ണു, യു വിൽ ഗോ ടു ഹോസ്പിറ്റൽ. നീ ഹോസ്പിറ്റലിൽ പോകും. യു വിൽ ബിക്കം അൺഹെൽത്തി, അൺനാച്ചുറൽ. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, നിങ്ങൾക്ക് നല്ല ഭാവനയൊക്കെ ഉണ്ട് കേട്ടോ. പല പല വഴിക്കൊക്കെ പോകുന്നുണ്ടല്ലോ. യെസ്. മൂവി പറയും യു വിൽ ഡൈ. ഒന്ന് കൊല വിളിക്കുന്ന മൂവി. ഓക്കെ, യെസ്, കറക്റ്റാണ് എല്ലാം പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. ബിനീഷ പറഞ്ഞു നോക്കൂ. യെസ്. എന്തായിരുന്നു സർ? ഇതിന്റെ ഒരു ഉത്തരം വന്നില്ലല്ലോ. ബിനീഷ പറഞ്ഞത് If you eat lot of fast food, അതിന്റെയോ? Yes, okay. I will go to bathroom. Okay. Yes. You will become very fat. You will become very fat. പോട്ടെ, വെറൈറ്റി പിടിക്കും ബിനീഷ. വരാത്തൊരു സാധനം പറയൂ. ഓക്കെ, അപ്പൊ അത് പിടികിട്ടിയല്ല, സംഭവങ്ങൾ മനസ്സിലായി അല്ലെ? യെസ്. അടുത്ത വാചകം എഴുതുക. If you lower, LOWER, lower the price, 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 comma dash. നോക്കിയേ, if you lower the price, നീ വില കുറയ്ക്കുകയാണെങ്കിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ലോവർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, യു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തെ അപ്പൊ എന്ത് വേണം? ദ മാർക്കറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ മറിൻ, ഐ വിൽ ബൈ ന്യൂ ഡ്രസ്. ഓക്കെ മൂവി, കറക്റ്റ്. യു വിൽ ക്ഷന്തു, ആ ഗോട്ടത്തുള്ളത് മാറ്റിയിട്ട് ഗെറ്റ് നയിക്കുന്നു. ഗോട്ട് പേഴ്സണൽസ് ആണ്, ഗെറ്റ് മതി. യു വിൽ ഗെറ്റ് എ പ്രോഫിറ്റ്. മോർ പീപ്പിൾ വിൽ ബൈ ഇറ്റ്. ഓക്കെ ഹന്ന, you will get the profit. Okay. ആർക്കെങ്കിലും your sales will increase. Okay, ഹന്ന, കറക്റ്റ് ആണ്. You will get a customer. Okay, മൂവി, കറക്റ്റ് ആണ്. യെസ്. അപ്പോ ഇതുവരെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ സബോർഡിനേറ്റ് ക്ലോസ് തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഈ 3 വാചകത്തിൽ അങ്ങനെയാണ്. ഇഫ് ഇറ്റ് റെയിൻസ്, ഓക്കെ മൂവി പറഞ്ഞപ്പോ ബാക്കി നിങ്ങൾ എഴുതി.
ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ബാക്കി നിങ്ങൾ എഴുതി. ഇഫ് യു ലോവർ ദ പ്രൈസ് എന്ന് പറഞ്ഞപ്പോഴും ബാക്കി നിങ്ങൾ എഴുതി. ഞാൻ ഇതൊന്ന് മാറ്റി പിടിക്കാം. അതായത് മെയിൻ ക്ലോസ് ഞാൻ തരാം, ബാക്കി നിങ്ങളത് പൂരിപ്പിച്ചു. ഓക്കെ, റെഡി, എഴുതിക്കും. അടുത്ത നമ്മൾ ആദ്യം ഒരു നീണ്ട ഡാഷ്, കോമ, യെസ്, അതൊരു നീണ്ട ഡാഷ്, കോമ. I will take a taxi. TAXI, taxi. Yes. ഈ ബാക്കി നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഐ വിൽ ടേക്ക് എ ടാക്സി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ അപ്പുറത്ത് എന്ത് വരണം? സിമ്പിൾ പ്രസന്റ് വരണം. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും. യെസ്, ബാക്കി അതിന്റെ കൂടെ എന്താ ചേർക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ചേർത്തോ. യെസ്, ഐ വിൽ ടേക്ക് എ ടാക്സി. ഞാനൊരു ടാക്സി വിളിക്കും. യെസ്, ഓക്കെ മെറിൻ. ഇഫ് യു ടേക്ക് ദ സ്കൂട്ടർ, ഇഫ് യു ഗോ ഹോം, ഓക്കെ മൂവി. ഇഫ് ഐ ആം ലേറ്റ്, ഓക്കെ, ഓ വെരി ഗുഡ് തന്നെ. ഇഫ് ഐ ആം ലേറ്റ്, ഐ വിൽ ടേക്ക് എ ടാക്സി. ഓ വെരി ഗുഡ്, കറക്റ്റ്. ഇഫ് യു കം, ഓക്കെ, നീയും കൂടി വരികയാണെങ്കിൽ ഞാനൊരു ടാക്സി വിളിക്കാം. വെരി ഗുഡ് മുഖി. ഓക്കെ, എന്നാ ഇതുപോലെ തന്നെയുള്ള വേറൊന്നും പറയാം. ഓക്കെ, ആദ്യം ഒരു ഡാഷ്, കോമ. ഓക്കെ മൊബൈൽ, കോമ. യെസ്, കൃഷ്ണന്തു. ഓക്കെ കൃഷ്ണന്തു, നേരെ വായിച്ചത്. ഡാഷ്, കോമ. എഴുതിക്കോ. We will win, W-I-N, win the match, M-A-T-C-H, match. We will win the match. ഞങ്ങൾ കളി ജയിക്കും. അതിന്റെ ഫ്രണ്ടില് നിങ്ങൾ ഇഷ്ടമുള്ളത് ചേർക്കുക. പക്ഷെ ടെൻസ് എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ING വിളമ്പി. ഇഫ് യു പ്ലേ വെൽ, കേട്ടോ, ING വേണ്ട. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ കൃഷ്ണന്തു. ഓ ഭയങ്കര ഭക്തിയുള്ള കൃഷ്ണന്തുവിന്. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിക്കും. If we work hard എന്നാക്കാൻ പറയും, കറക്റ്റ് ആണ്. ഇഫ് യു കം ഓൺ ടൈം, ഓ നീ കറക്റ്റ് സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ജയിക്കും. യെസ്, ഓക്കെ മുഫി, കറക്റ്റ്. ഇഫ് യു ജോയിൻ വിത്ത് us, നീ അതോടൊപ്പം. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് മീ, നീ എന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഇഫ് യു പ്ലേ വെൽ, ഓക്കെ ശ്രീജ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇനി ഇത് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
യെസ്. ഇത് നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നില്ലെങ്കിൽ അവർക്കൊക്കെ പഠിപ്പിക്കാനും ആ സമയത്ത് ഇത് ഉപകാരപ്രദമാവും. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, we will meet in the next class. Till then, bye. Okay, see. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.